ഇന്നത്തെ നമ്മുടെ അത്താഴത്തിന് ഇതിന്ന് കുറച്ച് ചമ്പാവരി എടുക്കട്ടെ? പാടില്ല. ഭഗവാന്റെ നിവേദ്യത്തിനുള്ള ചമ്പാവരിയിൽ നിന്നും 1 മണി അരി പോലും എടുക്കാൻ പാടില്ല രുക്മിണി. കുറച്ച് താണതരം അരി ബാക്കിയുണ്ടല്ലോ, അതെടുത്താൽ മതി. അങ്ങനെ ആകട്ടെ. അല്ല, ചീര എവിടെ? ജന്മിയുടെ പാടത്ത് ചീരയില്ല. അത് സാരമില്ല, ഞാൻ കുറച്ച് പച്ചച്ചീര കരുതിയിട്ടുണ്ട്. നിവേദ്യത്തിന് അത് പോരെ? പോരാ, ഭഗവാന് നിവേദിക്കാൻ ചുവന്ന ചീര തന്നെ വേണം. നാളെ രാവിലെ എവിടെയെങ്കിലും പോയി ചുവന്ന ചീര സംഘടിപ്പിക്കണം. വരൂ. രുക്മിണി, നാട്ടിലെങ്ങും ചുവന്ന ചീര കിട്ടാനില്ല. പക്ഷേ തികച്ചും യാദൃശികമായി ഈ ചീര എൻ്റെ കണ്ണിൽപ്പെട്ടു. മഹാദേവൻ കാട്ടിത്തന്നതാണ് രുക്മിണി. ഞാൻ വേഗം ഇത് ശരിയാക്കാം. പെട്ടെന്നാവട്ടെ, നിവേദ്യത്തിന് സമയമാകുന്നു. ചുവന്ന ചീരയ്ക്ക് വേണ്ടി അങ്ങ് പോയപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കൃത്യസമയത്ത് തന്നെ അങ്ങ് ചീരയുമായി വരുമെന്ന്. ഭഗവാൻ അർപ്പിക്കേണ്ട നിവേദ്യത്തിന് ചുവന്ന ചീര തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമായിരുന്നു. അതാണ് ഇത്രയും കഷ്ടപ്പെട്ട് നാം ഇത് സംഘടിപ്പിച്ചത്. വരൂ, വേഗം നടക്കാം, നിവേദ്യത്തിന് സമയമാകാറായി. അയ്യോ അയ്യോ, അങ്ങനെ അങ്ങനെ, അയ്യോ മഹാദേവ, അയ്യോ അങ്ങനെ. ദൈവമേ, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നിവേദ്യ സാമഗ്രികൾ സംഘടിപ്പിച്ചത്. അത് പാഴായി പോയല്ലോ ഭഗവാനെ. അങ്ങയുടെ ആത്മാർത്ഥതയിലും കറയറ്റ ഭക്തിയിലും ഭഗവാൻ എന്തോ അതൃപ്തി തോന്നിയിട്ടുണ്ട്. അതെ, അതാണ് ഭഗവാൻ നിവേദ്യം തട്ടിത്തെറിപ്പിച്ചത്. ഭഗവാൻ തന്നെ നിവേദ്യം മുടക്കിയിരിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇനി ജീവിക്കില്ല രുക്മിണി. അയ്യോ അയ്യോ, അങ്ങനെ അരുതങ്ങനെ, അയ്യോ അങ്ങനെ അരുത്, വേണ്ട അങ്ങനെ 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 അരുതങ്ങനെ. അങ്ങനെ അരുതങ്ങനെ അങ്ങനെ. ഞാൻ സമ്മതിക്കില്ല. ഭഗവാനെ, കൈലാസനാഥ, ഭഗവാനെ, കൈലാസനാഥ, ജഗത്പതേ, അങ്ങ് പാർവതി സമേതനായി അടിയങ്ങൾക്ക് ദർശനം തന്നുവല്ലോ.
ദേവി ഭഗവതി, അടിയന്റെ ജന്മം സഫലമായി ഭഗവതി. നായനാരെ, നാം നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. ഭഗവാനെ, നിത്യവും നിങ്ങളുടെ ഇഷ്ടനിവേദ്യ ഭക്ഷണത്താൽ നാം സംപ്രീതനായിരിക്കുന്നു. ചമ്പാവരിയും ചീരക്കറിയും ഉപ്പിലിട്ടതും തൂവിപ്പോയെങ്കിലും അതിനു മുൻപായി ദേവൻ അത് ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അതെ, തറയിൽ തൂവിയത് ഉച്ഛിഷ്ടം മാത്രം. നിവേദ്യം ഇന്ന് മുടങ്ങിയില്ല എന്ന അറിവ് അടിയനെ കൃതാർത്ഥനാക്കുന്നു. ഭഗവാനെ, ദേവി ദേവന്മാർ അനുഗ്രഹിച്ചാലും. ചമ്പാവരിച്ചോറും കറികളും നിലത്തേക്ക് തൂവിച്ച് ഭഗവാൻ പരീക്ഷിച്ചപ്പോ ജീവിതത്യാഗം മാത്രമേ മുന്നിൽ കണ്ടുള്ളൂ. അതൊഴിവാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് സാക്ഷാൽ പാർവതി പരമേശ്വരന്മാർ തന്നെയാണ്. നായനാരുടെ കഥ പുതിയൊരു അനുഭവമായി. ഭഗവാന്റെയും ഭഗവതിയുടെയും ദർശനം ലഭിച്ച നിങ്ങളുടെ സാന്നിധ്യം മഹാപുണ്യവും. വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീർന്നില്ലേ? നിങ്ങളുടെ നേർച്ചയുടെയും വഴിപാടിന്റെയും പൂജ നടക്കാറായി. വരൂ, പോകാം. അയ്യോ അയ്യോ ദൈവമേ, എന്റെ മാല കാണാനില്ലല്ലോ. അയ്യോ, ഞാനിവിടെ വെച്ചതാണല്ലോ. മോളെ, അയ്യോ മോളെ, മാല കാണാനില്ലല്ലോ. മോളെ, അയ്യോ ഇതെവിടെ പോയി? എന്താ അമ്മേ, എന്തിനാ അമ്മ നിലവിളിച്ചത്? അയ്യോ, എന്റെ മാല കാണാനില്ല. അയ്യോ, എന്റെ അമ്മയുടെ അമ്മ, എന്റെ മുത്തശ്ശി അമ്മയ്ക്ക് കൊടുത്ത മാലയാ. അമ്മ അത് എനിക്ക് തന്നു. ഞാനത് എന്റെ കാലം കഴിയുമ്പോ എന്റെ മകള് ശിവകാമിക്ക് കൊടുക്കണം. അങ്ങനെ തലമുറകളായി അമ്മമാർ പെൺമക്കൾക്ക് കൈമാറി കൊടുക്കാനുള്ള മാലയാ. അതാ മോളെ കാണാനില്ലാത്തത്. അമ്മ വിഷമിക്കാതെ, മാല ഈ തറവാട്ടിൽ എവിടെയെങ്കിലും കാണും. നമുക്ക് കണ്ടുപിടിക്കാം. എന്താമ്മേ മാലയുടെ കാര്യമൊക്കെ പറയുന്നത്? എന്റെ മാല കാണാനില്ല മോളെ. ഞാനിവിടെ ഊരി വെച്ചതാ. കുളി കഴിഞ്ഞു വന്നപ്പോ മറ്റാഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വിലപ്പെട്ട ആ മാല മാത്രം കാണാനില്ല. ഇത്രയും കാലം അമ്മ മാല ഊരി വെച്ചിട്ടല്ലേ കുളിക്കാൻ പോയിട്ടുള്ളത്? കാണാതായിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോഴാരാ ഇവിടെ മാല മോഷ്ടിക്കാൻ? തെരുവിൽ ജനിച്ചു വീണ ചിലർക്കൊക്കെ ഇവിടെ അഭയം കൊടുത്ത് നെഞ്ചിലേറ്റ് ലാളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മായി. ആദ്യം വന്നു കേറുമ്പോ ഭവ്യതയും മുതുക്കവും സ്നേഹവും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചു കാണിക്കും. പറ്റിയ അവസരം വരുമ്പോ രക്തത്തിൽ കലർന്ന ശീലം കാണിക്കുകയും ചെയ്യും. ശരിയാ ചേച്ചി പറഞ്ഞത്. തെരുവ് സ്വഭാവത്തിന് ഒത്താശ ചെയ്യാനും ഇവിടെ ആളുണ്ടല്ലോ. വലിയ വിലപിടിപ്പുള്ള മാലയല്ലേ,
വിറ്റ് കിട്ടുന്ന പണം പാതി പാതി വീതിച്ചെടുക്കാലോ. അതെ. ഊരി വെച്ച മാല എടുത്തു മാറ്റുന്ന ചില ഏലി ജന്മങ്ങളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തറവാട്ടിലെ അറകളിലൊക്കെ തിരിഞ്ഞു നോക്കാം. കിട്ടാതിരിക്കില്ല. വരൂ അമ്മേ, വരൂ. ാക്കാനും എന്നെ ഒത്താശക്കാരിയാക്കാനും വേണ്ടി ശിവകാമി മണിമേഖലയും ചേർന്ന് മാല എവിടെ ഒളിപ്പിച്ചതാ. മനസ്സിലായി. നമുക്ക് പരമാവധി കണ്ടുപിടിക്കാൻ നോക്കാം. മീനാക്ഷിയുടെ മുറിയിൽ നിന്നാണെന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയണം. എവിടെ പോയത്? ഇവിടെയല്ലേ നമ്മൾ മാല ഒളിപ്പിച്ചു വെച്ചത്? അതെ, ഇവിടെയാണ് ചേച്ചി മാല വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് മാല എവിടെ? ആ, ഞാനെങ്ങനെ അറിയാനാ? ഇടയ്ക്ക് ഞാനറിയാതെ ചേച്ചി വന്ന മാല എങ്ങനെ മാറ്റി വെച്ചതാണോ? ശിവകാമി, അനാവശ്യം പറയരുത്. ഒപ്പം നിൽക്കുന്നവരെ വിഡ്ഢികളാക്കുന്ന ഏർപ്പാട് എനിക്കില്ല. ഇത് പൊല്ലപ്പായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോളെ, ഇവിടെ എങ്ങും എന്റെ മാല കാണാനില്ല. അമ്മ സമാധാനിക്ക്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. അമ്മ ഇരിക്കും. ഞാനിത് എവിടെ നോക്കി? എന്റെ മാല. അയ്യോ മോളെ, അയ്യോ എന്റെ മാല.
അയ്യോ, കാണാതെ എന്റെ മാല. ഈശ്വര, എന്റെ മാല. അയ്യോ, എന്റെ മാല. അമ്മേ. അയ്യോ, കാണാതെ എന്റെ മാല. ഈശ്വര, എന്റെ മാല. ശിവകാമി, ഈ മാല എങ്ങനെ നിന്റെ അറയിൽ വന്നു? ഞാൻ ഊരി വെച്ച മാല നീയല്ലേ ഒളിപ്പിച്ചു വെച്ചത്? ദേ, അസംബന്ധം പറയരുത്. ഞാൻ നിങ്ങളുടെ മാല എടുത്തിട്ടില്ല. പിന്നെ ആരാ എടുത്തത്? മണിമേഖലയാണോ? ദേ അമ്മായി, സത്യവിരോധം പറയരുത്. എനിക്ക് നിങ്ങളുടെ മാല എടുക്കേണ്ട കാര്യം എന്താ? മനസ്സാവാച അറിയാത്ത കാര്യം പറയരുത് അമ്മായി. ഈ നിരപരാധിയായ കുട്ടിയെ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വെമ്പൽ കൊള്ളുന്ന ആരോ അവരാണ് ഈ കൃത്യം ചെയ്തത്. ഈ കുട്ടിയാണ് മാല മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞാ പിന്നെ ഇറക്കി വിടാൻ എളുപ്പമാണല്ലോ. നീയും മണിമേഖലയും കൂടിയാണ് ഇത് ചെയ്തത്. ഇവളെ കള്ളിയാക്കാൻ, മീനാക്ഷിയെ ഒത്താശക്കാരിയാക്കാൻ. സത്യമല്ലേ? ദേ അമ്മേ, ദേ കൈ ചൂണ്ടി സംസാരിക്കുന്നോടി. ഒരേ ഒരു മകളാണെന്ന് കരുതി കുമിതവല്ലി ഈ കൈ ഇതുവരെ നിന്റെ നേരെ ഓങ്ങിയിട്ടില്ല. തറവാട്ടി പിറക്കാത്ത പണി ചെയ്തിട്ട് തർക്കിക്കാൻ വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്റെ കരണം ഞാൻ പൊട്ടിക്കും. കാണണോടി? വന്നു കയറിയോളാണെങ്കിലും നിന്നെ പോലെ വേണ്ടാതിനം കാണിക്കുന്നവളല്ല ഈ കുട്ടി. നന്മയും സത്യവും ഭക്തിയും കാരുണ്യമുള്ളവരാണ് ഇവരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നിക്കവിടെ. മരുമകളോടും ഈ കുട്ടിയോടും ഒപ്പം ഇരുന്ന് ശിവനാമം ചൊല്ലിയതിന്റെ പുണ്യം കൊണ്ടാണ് ഈ മാല മഹാദേവ എന്റെ ദൃഷ്ടിയിൽ തന്നെ കാട്ടിത്തന്നത്. ഇവരെ ഒറ്റപ്പെടുത്താനും പുറത്താക്കാനും നിങ്ങൾ നടത്തുന്ന ഒരു തന്ത്രവും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കടുത്ത തിരിച്ചടി കിട്ടുകയുള്ളൂ. നോക്കിക്കോ. വാ മക്കളെ. ശിവകാമി, വേണ്ട. കുഴി കുത്തിയത് ചേച്ചി. വീണപ്പോ രണ്ടാളും പെട്ടുപോയി. ഇനി ഉടനെ ഒന്നും ഒരു തന്ത്രവും വില പോയില്ല. ഭഗവാനെ, ഭഗവാനെ,
ഭഗവാനെ. ആഹാ, നീ ഇത്ര രാവിലെ തന്നെ അത്യാവശ്യം ചെയ്ത് തീർക്കേണ്ട പണികളൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. എല്ലാം ചെയ്തു തീർത്തത് ഞാനാ. വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി, പൂജയ്ക്ക് ഒരുക്കി, പാത്രങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കഴുകി. കൊച്ചുകുട്ടിയായ നീ ഇത്രയേറെ പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തത് എന്തിനാ? ചേച്ചി കൂടെ സഹായിക്കുമായിരുന്നല്ലോ. പണിയെടുത്ത് ആകെ വശം കെട്ടിരിക്കല്ലേ ചേച്ചി. കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ഒരു അന്നദാനം നേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ചിലരെ അന്നദാനത്തിന് ഞാൻ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അവരിന്ന് വരും. അവർക്കിന്ന് സദ്യ ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്താ, സദ്യ ഒരുക്കാനും ഞാൻ സഹായിക്കാലോ. എന്നാൽ വരൂ.